നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകരയിലെ വ്ളാത്താങ്കരയിലുണ്ടായ ആ കൊലപാതകം, ഭാര്യയായ അൽമയെ അതിക്രൂരമായിട്ട് കുത്തിക്കൊലപ്പെടുത്തിയ കേസ്. സംഭവത്തിൽ പോലീസിന് മൊഴി നൽകിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. കേസ് അവിടെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട തരത്തിലില്ല, കഴിഞ്ഞു എന്നാണ് കരുതിയത്. പക്ഷേ ആ കൊലപാതകം അത്തരത്തിലൊന്നും കഴിയുന്നതല്ല. പോലീസിനെ പോലും കബളിപ്പിക്കുന്ന തരത്തിലാണ് വിഷ്ണു എന്ന് പറയുന്ന കൊടും ക്രിമിനൽ നൽകിയിട്ടുള്ള മൊഴികൾ. പോലീസ് വിശ്വസിച്ചതാണോ അതോ വിശ്വസിച്ചതായി വിഷ്ണുവിനെ മനസ്സിലാക്കിച്ചതാണോ തോന്നിപ്പിച്ചതാണോ എന്ന് അറിയില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ വിഷ്ണു നൽകിയിരിക്കുന്ന മൊഴി കുട്ടികളില്ല എന്ന് പറയുന്ന പ്രശ്നം, അതിനെ ചൊല്ലിയുള്ള തർക്കം പെട്ടെന്നൊരു ദേഷ്യത്തിലേക്ക് എത്തുന്നു, കൊലപാതകം എന്നുള്ളതിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെ നടന്നത് ഇതൊന്നുമല്ല എന്നുള്ളതിന്റെ വാസ്തവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംശയങ്ങൾ ഉണ്ടാകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത്, വിഷ്ണുവിന്റെ ബന്ധുക്കളിൽ ചിലർ ഇപ്പോൾ ചില മൊഴികൾ പുറത്തുവിടുന്നു, അല്ലെങ്കിൽ ബന്ധുക്കളിൽ ചിലർ ചില മാധ്യമങ്ങൾ വഴി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആ രംഗത്തെത്തിയ ആളുകളൊക്കെ പറയുന്നത് അൽമയ്ക്ക് മൂന്നാമതൊരാളുമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അൽമയുടെ ഏറ്റവും പ്രിയപ്പെട്ട പൂച്ചകൾ, ആ പൂച്ചകൾക്ക് ഭക്ഷണം നൽകാൻ എന്നുള്ള വ്യാജേന ആ വീട്ടിലെത്തിയ മൂന്നാമനുമായിട്ട് അൽമയെ മോശമായിട്ടുള്ള രീതിയിൽ വിഷ്ണു കണ്ടു. അതിന്റെ ദേഷ്യമായിരുന്നു വിഷ്ണുവിന്. ആ ദേഷ്യം വഴക്കായി, വഴക്കുകൾ ആവർത്തിച്ച് പ്രശ്നമായി. അങ്ങനെയുള്ള പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. അവനവന്റെ മാനസിക സമ്മർദ്ദം വർദ്ധിച്ചപ്പോൾ ചെയ്തു പോയതാണ് ഈ കൊലപാതകം എന്നുള്ളതാണ് വിഷ്ണുവിന്റെ ബന്ധുക്കൾ നൽകിയിട്ടുള്ള മൊഴി. അവർ പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ എന്തുകൊണ്ട് വിഷ്ണു പോലീസിന് മുന്നിൽ ആ ഒരു യാഥാർത്ഥ്യം മറച്ചുവെച്ചു എന്നുള്ളത് ചോദ്യമാണ്. പോലീസിനോട് ഇതുവരെ തനിക്ക് അങ്ങനെ ഒരു സംശയമുള്ളതായിട്ടോ ഇങ്ങനെ ഒരു മൂന്നാമൻ തൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നോ പറഞ്ഞിട്ടില്ല. വിഷ്ണു ആരെയാണ് ഭയക്കുന്നത്? ആരെ ഭയന്നിട്ടാണ് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടിട്ടും ആ ഒരു മൂന്നാമനെ കുറിച്ച് സംസാരിക്കാത്തത്? CCTV അടക്കം ഉണ്ടായിട്ടുള്ള വീടാണത്. ആ വീട്ടിൽ പോലീസിനോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമതൊരാളുണ്ട് എന്നത് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമാണ്. എന്നിട്ട് പോലും വിഷ്ണു ആ കാര്യം കമ എന്നൊരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ രക്ഷിക്കാൻ പുറത്തുനിന്ന് ബന്ധുക്കൾ അഹോരാത്രം പണിയെടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാകും. രണ്ടാമത്തെ കാര്യം, വിഷ്ണു ഉപയോഗിച്ചിട്ടുള്ള ആയുധമാണ്. ആഴ്ചകൾക്ക് മുമ്പ് അങ്ങ് ദൂരെ നിന്നാണ് വിഷ്ണു ആ ഒരു വെട്ടുകത്തി കൊണ്ടുവന്നിരിക്കുന്നത്. ആ വെട്ടുകത്തി പുത്തനായിരുന്നു എന്ന് പറയുമ്പോൾ കൊലപാതകം ഒരാഴ്ച മുൻപേ ഇയാൾ കണക്ക് കൂട്ടിയിരുന്നു, ആസൂത്രണം ചെയ്തിരുന്നു എന്നതും വ്യക്തം. ഇനിയുള്ളത് വിഷ്ണുവിൻ്റെ വീട്ടിലുള്ള ആ വളർത്തു നായ്ക്കളാണ്. ആ വളർത്തു നായ്ക്കളെ സംബന്ധിച്ച് വലിയൊരു ദുരൂഹതയുണ്ട്. പെട്ടെന്നൊരു ദിവസമാണ് സാധാരണ ഇനത്തിൽപ്പെട്ട നായ്ക്കളായ ആ നായ്ക്കളെ സൂക്ഷിക്കണം, കടിക്കാൻ ആക്രമിക്കാൻ സാധ്യതയുള്ള നായ്ക്കൾ ഇവിടെ ഉണ്ട് എന്ന തരത്തിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് വയ്ക്കുന്നത്. എന്തിനാണ്? ആരെ ഭയപ്പെടുത്താനായിരുന്നു ആ ഒരു ബോർഡ്? ആ നാട്ടിൽ ആരും തന്നെ ആ വീട്ടിലേക്ക് ചെല്ലാനോ എത്തി നോക്കാനോ ശ്രമിക്കാത്തതാണ്. അപ്പോൾ പെട്ടെന്ന് ആരൊക്കെയോ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമെന്ന് വിഷ്ണു ആദ്യമേ മുൻകൂട്ടി കരുതിയത് എന്തിനായിരിക്കാം? കൊലപാതകം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ശബ്ദമുണ്ടായാൽ പോലും ആരെങ്കിലും പെട്ടെന്ന് ഓടിക്കയറി എന്നത് ഒഴിവാക്കാൻ വേണ്ടി ആ ഒരു സൂചന ബോർഡ് അവിടെ വെച്ചതല്ലേ എന്നുള്ളതൊരു ചോദ്യമാണ്. ഈ അടുത്ത കാലത്തായിട്ടാണ് എപ്പോഴും കൂട്ടിൽ തന്നെ വളർത്തിയിരുന്ന ആ നായ്ക്കളെ വിഷ്ണു പുറത്തിറക്കാൻ തുടങ്ങിയത്. എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ആ വീടിന്റെ ഗേറ്റിനോട് ചേർന്നുള്ള തൂണുകളിലാണ് ഈ നായ്ക്കളെ കെട്ടിയിരുന്നത്. അതായത് ആ വീട്ടിലേക്ക് ആരെങ്കിലും ഇടിച്ചു കയറുകയാണെങ്കിൽ, ആ വീട്ടിലേക്ക് ആരെങ്കിലും സാധാരണഗതിയിൽ വരികയാണെങ്കിൽ ഗേറ്റിന് വെളിയിൽ നിന്ന് തന്നെ ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതുപോലെ ഒരു രീതി. വിഷ്ണുവിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം കൊലപാതകം ആസൂത്രണം ചെയ്തു തന്നെയാണ് എന്നത് വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഈ സാഹചര്യങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുറത്തു വരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാലും ഇവിടെ നഷ്ടം വിഷ്ണുവിനും മരണപ്പെട്ട അൽമയ്ക്കും മാത്രമാണ്. അൽമയ്ക്ക് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, താൻ ഏറ്റവും വിശ്വസിച്ചിരുന്ന ഭർത്താവിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ഈ അതിക്രൂര ആക്രമണത്തിന്റെ വേദനയുണ്ടാകും, ഉറപ്പാണ്. ജീവൻ നഷ്ടപ്പെട്ടു. അൽമയുടെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് തൻ്റെ സങ്കടങ്ങൾ ആരോടും പറയാതെ അത് ഉള്ളിൽ തന്നെ ഒതുക്കുക എന്നുള്ളതാണ്.
പലപ്പോഴും വിഷ്ണു സമ്പത്തിന്റെ പേരിലൊക്കെ പലപ്പോഴും വിഷ്ണു ഇയാളെ ചൂഷണം ചെയ്തിരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന സൂചനകൾ. സാമ്പത്തികപരമായിട്ട് പാരമ്പര്യപരമായിട്ട് ഒരുപാട് സ്വത്തുള്ള ഒരു വ്യക്തിയാണ് വിഷ്ണു. മാസം വലിയൊരു തുക ഏൺ ചെയ്യുന്നുമുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പണത്തിനുള്ള ആക്രാന്തം അങ്ങനെ തന്നെ തുടരുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ സമ്മർദ്ദം ഈ അൽമയുടെ മേലുണ്ടായിരുന്നു. അത്തരത്തിൽ അൽമ അതിക്രൂരമായിട്ട് ആ വീട്ടിനുള്ളിൽ ഞെരുങ്ങി ജീവിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ആ പെൺകുട്ടിയെ സ്നേഹം നടിച്ച് കൂടെ ചേർത്ത് കൊലപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ദുരൂഹതകളാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. വിഷ്ണുവിൻ്റെ ബന്ധുക്കൾ നൽകുന്ന മൊഴികൾ യാഥാർത്ഥ്യമെങ്കിൽ വിഷ്ണു പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളമാകും. വിഷ്ണു പറയുന്ന കാര്യങ്ങളാണ് യാഥാർത്ഥ്യമെങ്കിൽ വിഷ്ണുവിൻ്റെ ബന്ധുക്കൾ നിലവിൽ നൽകിയിരിക്കുന്ന മൊഴികളെല്ലാം കള്ളമായി മാറും എന്നുള്ളതാണ്. കുട്ടികളില്ല എന്നുള്ള പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണം എന്ന് പറയുമ്പോൾ ആർക്കായിരുന്നു പ്രശ്നം എന്നുള്ള ഒരു ചോദ്യം അവിടെയുണ്ട്. ആ ചോദ്യത്തിലേക്ക് വിഷ്ണുവിൻ്റെ ബന്ധുക്കളിലേക്ക് എത്തുമ്പോൾ വിഷ്ണുവിന് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചിരുന്നു. അത് അറിയിച്ചതിന് ശേഷമാണ് വിവാഹം കഴിച്ചത് എന്ന് പറയുന്നു. എന്നാൽ അങ്ങനെയാണ് എങ്കിൽ കുട്ടികൾ വേണം എന്നുള്ളൊരു ആവശ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള മറ്റ് ഓപ്ഷനുകൾ IVF, അഡോപ്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ഇത്രയും സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ചിന്തിച്ചില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ചിന്തിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെയും നിൽക്കുന്നത് ഈ സ്വത്തുക്കൾ തന്നെയാണ്. ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏതോ ഒരു കുഞ്ഞിന് വേണ്ടി താൻ തങ്ങളുടെ സ്വത്തുക്കൾ നൽകേണ്ടി വരില്ലേ എന്നുള്ളൊരു ചോദ്യം വിഷ്ണുവിനെയും വിഷ്ണുവിൻ്റെ കുടുംബത്തെയും ആശങ്കപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാണ് ഇപ്പോൾ അൽമയുടെ ബന്ധുക്കൾ പ്രതികരിക്കുന്നത്. ആ ആശങ്കപ്പെടുത്തലാണോ അൽമയിലെ കൊലപാതകത്തിന് കാരണം എന്നുള്ളതും ചോദ്യം. ഇനി മറ്റൊരു കാര്യം കൂടെ ഇതിന് പിറകിലുണ്ട്. അൽമയെ വിഷ്ണു കൊലപ്പെടുത്തിയത് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഭാര്യയോടുള്ള വഴക്കിനെ തുടർന്ന് അൽമയെ കുത്തി കൊലപ്പെടുത്തുന്നു. അതിനുശേഷം അടുത്തുള്ള സഹോദരന്റെ വീട്ടിലെത്തി താൻ അവളെ കൊന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു വാക്കിന് പിറകിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. താൻ അവളെ കൊന്നു എന്ന് പറയുമ്പോൾ ഇത് ആദ്യമേ പ്ലാൻ ചെയ്തതായിരുന്നു? അതല്ല എങ്കിൽ വിഷ്ണുവിനെ തെറ്റിദ്ധരിപ്പിച്ച് ആ കൊലപാതകത്തിലേക്ക് മറ്റാരെങ്കിലും നയിച്ചതാണോ എന്നുള്ള ചോദ്യം. രണ്ട് തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ സംശയിക്കപ്പെടേണ്ടുന്നത്. ഒന്ന്, സാമ്പത്തികപരമായിട്ടാണ് എങ്കിൽ വിഷ്ണുവിനെ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എരികേറ്റി വിട്ട് അൽമയ്ക്കെതിരെ തിരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൊലപാതകത്തിൽ എത്തിക്കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വിഷ്ണു അറസ്റ്റിലാകും. സ്വാഭാവികമായിട്ട് കൊല ചെയ്തു എന്ന് വിഷ്ണു ഏറ്റുപറയുകയാണെങ്കിൽ വർഷങ്ങളോളം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പിന്നീട് വിഷ്ണു തിരികെ നാട്ടിലെത്തിക്കഴിഞ്ഞാലും ആ സ്വത്തുക്കൾ അനുഭവിക്കേണ്ടുന്നത് ആ ബന്ധുക്കൾ തന്നെയാണ്. ഈ ബന്ധുക്കൾ അൽമയെയും വിഷ്ണുവിനെയും ഒരേപോലെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇനി മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ വിഷ്ണുവിന് അൽമയോട് സംശയരോഗമുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ വിഷ്ണു ഈ പറയുന്നത് പോലെ മറ്റൊരുവനുമായിട്ട് അൽമയെ കണ്ടതിൻ്റെ സംശയമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് വിഷ്ണു ഈ ഒരു വിഷയം അൽമയുടെ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ പറഞ്ഞില്ല, അന്വേഷിച്ചില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? എല്ലാ തരത്തിലും സംസാരിക്കാൻ സാധിക്കുന്ന വിഷ്ണുവിന് ഇത്തരത്തിൽ ബന്ധുക്കളോടോ അൽമയോടോ വിശദമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വിഷ്ണു അതൊന്നും ചെയ്യാത്തത് അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചാണ് ചോദ്യമായി മാറുന്നത്. മരണപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് തന്നെ അൽമയ്ക്ക് ഇത്തരമൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പോലും അതിനെ തെളിയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ പറയാൻ ഇവിടെ ആരുമില്ല. അൽമയുടെ ബന്ധുക്കൾക്ക് അൽമയെക്കുറിച്ച് ഒരു അക്ഷരവും അറിയില്ല. കാരണം ആ കുട്ടി എന്ത് സങ്കടമുണ്ടെങ്കിലും അത് ഉള്ളിൽ ഒതുക്കുന്ന ഒരാളാണ്. പിന്നെയുള്ളത് ഈ പറഞ്ഞു പരത്തുന്ന കഥകൾ അതുപോലെ വിശ്വസിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ അൽമയുടെ കൊലപാതകം അതൊരു നീതി നിഷേധമായിട്ട് മാറുന്നുണ്ട്. ഏത് കൊലപാതകവും അത് നീതി നിഷേധം തന്നെയാണ്. പക്ഷേ ഇവിടെ മരണപ്പെട്ടിട്ട് മോശമായിട്ടുള്ള രീതിയിൽ ആ പെൺകുട്ടിയുടെ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നു.
വിഷ്ണുവിൻ്റെ ബന്ധുക്കൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു മൂന്നാമതൊരാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അതിനുള്ള തെളിവ് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അവർക്ക് മുൻപിലുള്ള പ്രധാനപ്പെട്ട ചോയ്സ് എന്ന് പറയുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് പോകുകയാണ്. അന്വേഷണങ്ങളൊക്കെ തുടരുകയാണ്. പോലീസ് എല്ലാ വിധത്തിലും ഫോറൻസിക് പരിശോധനകളടക്കം നടത്തി വരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അൽമയുടെ മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളടക്കം നടക്കേണ്ടി വരും. കാരണം വിഷ്ണു പറയുന്നത് പ്രകാരമുള്ള സംശയങ്ങൾ അത് തുടങ്ങിയിരിക്കുന്നത് ഫോണിലാണ്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് തൻ്റെ വീട്ടിലേക്ക് അൽമ എത്തിച്ചത് എന്നൊക്കെയാണ് ഈ വിഭാഗം വിഷ്ണുവിൻ്റെ ന്യായീകരിക്കുന്ന ആളുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫോണിനെ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തിക്കഴിഞ്ഞാൽ ആ തെളിവ് പുറത്തു വരും. അങ്ങനെ മൂന്നാമതൊരാൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞെത്തുന്നത് സ്വത്തിൻ്റെ ഭാഗമായിട്ട് വീതം വെക്കൽ അതൊക്കെ ചെന്നെത്തുന്നത് ആ കുടുംബത്തിലേക്കായിരിക്കും, വിഷ്ണുവിലേക്കായിരിക്കും എന്നുള്ളതാണ്. കോടികളുടെ ആസ്തിയുള്ള ഒരു കുടുംബത്തിൽ ഒരു മരണം സംഭവിക്കുമ്പോൾ അതിനെ നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. ജോളി കേസൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്.